2026 JEE എക്സാമിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ രണ്ട് കൺഫ്യൂഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് നമ്മുടെ ലൈവ് ഫോട്ടോയുമായി ബന്ധപ്പെട്ട്. ലൈവ് ഫോട്ടോ നമുക്കറിയാം, രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നുകിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം, ലൈവായിട്ട് തന്നെ ആ ഫോട്ടോ എടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി കുട്ടികൾ വീട്ടിലില്ല അല്ലെങ്കിൽ തൊട്ടടുത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ലൈവ് ഫോട്ടോ എടുക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് ഒരു QR കോഡ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ QR കോഡ് നിങ്ങളുടെ കുട്ടികളുള്ള സ്ഥലത്തേക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് അത് സ്കാൻ ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യാം, ഈ ലൈവ് ഫോട്ടോ എടുക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് ഓപ്ഷൻസിലൂടെ പാരൻസ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ രണ്ടാമത്തെ ഡൗട്ട്, +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം അത് ചോദിച്ചിട്ടില്ല, കാരണം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എക്സാം ആവുന്നേ ഉള്ളൂ, രജിസ്ട്രേഷൻ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ +1 ഏതെങ്കിലും ഒരു റോൾ നമ്പറോ +1 എക്സാം എഴുതിയപ്പോൾ കിട്ടിയ നമ്പറോ, ഇനി അതല്ല ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള NA എന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ +2 അപ്പിയറിംഗ് എന്ന് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ആക്ച്വലി ആ റോൾ നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫോം, ആ ഒരു ഫീൽഡ് അവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു ബഗ്ഗാണത്. ഒന്നെങ്കിൽ NT അത് റിമൂവ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി ഇതിലും കൂടുതൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ ചോദിക്കുക, അത് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും.